അപ്പോൾ നമ്മളെ സൈക്കിളിൻ്റെ ഡിസ്ക് ബ്രേക്ക് തീരെ കിട്ടുന്നില്ല. അപ്പോൾ കാണിച്ചു തരാം ഞാൻ. നോക്കി കണ്ടില്ലേ, ബ്രേക്ക് ഇപ്പോൾ പിടിച്ചിട്ടും സൈക്കിള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബ്രേക്ക് ശരിയാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കേബിൾ ഊരി വിടുകയാണ് വേണ്ടത്. കാലിപ്പറിൽ നിന്ന് കേബിൾ ഊരി വിടണം. അതിന് ശേഷം കേബിള് നമ്മൾ ഊരി വിടണം. ക്യാമറ വലിയ ക്ലിയർ ഉണ്ടാവില്ല, ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ആദ്യം തന്നെ കേബിൾ ഊരി വിടുക. അതിന് ശേഷം ഇവിടെയും 5 mm അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ 2 ബോൾട്ട് ഊരാണ്. അത് 5 mm അല്ലെങ്കിൽ തന്നെയാണ് അത് വരിക. അത് ഊരാണ് ചെയ്യണത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാലിപ്പർ സൈക്കിളിൽ നിന്ന് ഊരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പിന്നായിട്ട് വരുന്ന ടൈപ്പാണ്. പലതും പല ടൈപ്പിൽ വരുന്ന പല മോഡലായിട്ടുള്ള കാലിപ്പർ ഉണ്ട്. അപ്പോൾ ഇത് ഊരിയെടുക്കാനായിട്ട് ഇവിടെ ഒരു പിന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പിന്നെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെ എന്താ 2 പാഡും കിട്ടും. ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ കാണാം പാഡ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കാലം കൂടി ഓടും. അപ്പോൾ ഇതൊന്ന് സാൻഡ് പേപ്പർ എന്തെങ്കിലും വെച്ച് ഉരയ്ക്കണം. നമ്മളിപ്പോൾ 2 പാഡ് ഊരി എടുത്തിട്ടുണ്ട്. ഇതിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ഒരു കല്ലിലിട്ട് ഉരയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പാഡ് ഇങ്ങനെ പിടിച്ചിട്ട് കല്ലിൽ നന്നായിട്ട് ഉരയ്ക്കുക. കല്ലിൽ ഉരയ്ക്കുക. അതായത് ഇതിൻ്റെ ഈ ഷൈനിങ് പോയിട്ട്, ഇപ്പോൾ ബ്ലാക്ക് കളറാണ്, അതൊരു ഗ്രേ പോലത്തെ കളർ വരണവരെ നമ്മളൊന്ന് ഇത് ഉരയ്ക്കുക. കൂടുതലായിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് ഉരയ്ക്കരുത്, ചെറിയ ഫോഴ്സിൽ ഉരച്ചാൽ മതി. 2 പാഡും നന്നായിട്ട് ഉരച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, 2ൻ്റെ വ്യത്യാസം കണ്ടില്ലേ. ഇതൊരു ഗ്രേ കളർ പോലെ വന്നിട്ടുണ്ട്, അത് ബ്ലാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു കളറ് വരുന്ന വരെ നമ്മൾ വരയ്ക്കണം. അതായത് ഇതിൻ്റെ ഈ ഷൈനിങ് നമുക്ക് നല്ലതല്ല. ഷൈനിങ് പോകുന്നത് വരെ നമ്മളിതൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, 2 നമ്മൾ നല്ല വൃത്തിക്ക് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് കാണാം. 2 പാഡ് ഊരിയെടുത്തത് അതുപോലെ അതിക്ക് വയ്ക്കുക. ഒരു സൈഡത്തെ വെച്ചിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡത്തെ പാഡും അതുപോലെ വയ്ക്കുക. നമ്മൾ 2 പാഡും വെച്ച് കഴിഞ്ഞു. 2 പാഡും പഴയതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്പ്രിങ് ഇടുകയാണ്. അപ്പോൾ ഇതാണ് ആ പിന്ന്, സ്പ്രിങ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് തിരിച്ചിടുകയാണ്. അപ്പോൾ ഇതിടാനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഇടയിൽ ഇത് 2 സൈഡത്തതും വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇരുന്നോളും. ഓക്കെ, സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് കാണാം. ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അഴിച്ചതുപോലെ തന്നെ വയ്ക്കുക. ഇട്ട് കൊടുക്കുക. ഇത് അല്ലെങ്കിൽ വെച്ചിട്ട് ഇത് രണ്ടും ടൈറ്റ് ചെയ്യണം. പഴയതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ
ഈ ഭാഗത്ത് ഇവിടെയും അത് ഇവിടെയായിട്ടും അതേപോലെ 2 ഇതുണ്ടാവും. അത് നമ്മൾ ലൂസ് ചെയ്യാറുണ്ട്. 5 mm തന്നെ അല്ലെങ്കിൽ വെച്ചിട്ട് ലൂസ് ചെയ്യുക. മോൾ ഭാഗത്തെയും അത് ലൂസ് ചെയ്യണം. ഇനി കേബിള് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കേബിൾ ഇട്ട് കൊടുക്കുക. ടൈറ്റ് ചെയ്യുക. ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് 2 സ്ക്രൂ ഇവിടുത്തെ സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം നമ്മൾ കേബിൾ ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു പകുതിക്ക് വയ്ക്കുക. പകുതിക്ക് വെച്ചിട്ട് 5 mm അല്ലെങ്കിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ബ്രേക്ക് പിടിച്ചിട്ട്, അതായത് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ 2 സ്ക്രൂവും ടൈറ്റ് ചെയ്യുക വേണ്ടത്. മുകളിലത്തെ അടിയത്തെ സ്ക്രൂ ലൂസാക്കിയ 2 സ്ക്രൂവും നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ 2 ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക് 100% ശരിയായിട്ടുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ ബ്രേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരി.